തോട്ടിൽ പായലും പോളയും നിറഞ്ഞ് ഒഴുക്ക് നിലച്ചതിനാൽ നീണ്ടൂർ വടക്കേ താഴത്തേക്കുഴി പാടശേഖരവും സമീപവാസികളും ദുരിതത്തിൽ. നീണ്ടൂർ പഞ്ചായത്തിലെ വടക്കേ താഴത്തേക്കുഴി തോട്ടിലാണ് പോളയും പായലും നിറഞ്ഞ് ഒഴുക്ക് നിലച്ചത്. ഏകദേശം 200 ഏക്കർ നെൽകൃഷി ചെയ്യുന്ന വയലിനോട് ചേർന്നൊഴുകുന്ന തോടാണിത്. അതിരുമ്പുഴ, കുമരകം, മാന്നാനം എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന തോട്ടിൽ പായൽ നിറഞ്ഞ് ഒഴുക്ക് നിലച്ചിട്ട് വർഷത്തിലേറെയായി. പാടശേഖരങ്ങളിലേക്കുള്ള നെൽവിത്തുകളും വളങ്ങളും ഈ തോട്ടിലൂടെയാണ് വള്ളങ്ങളിലും ബോട്ടുകളിലും എത്തിച്ചിരുന്നത്. പായൽ നിറഞ്ഞതോടെ കർഷകർ ആകെ ദുരിതത്തിലാണ്. കൈപ്പുഴക്കരി, മാന്നാനം, കുമരകം എന്നിവിടങ്ങളിലേക്ക് ബോട്ട് സർവീസ് ഉണ്ടായിരുന്ന തോടാണ് ഇപ്പോൾ പായൽ നിറഞ്ഞ് സർവീസ് നിലച്ചിരിക്കുന്നത്. തോട്ടിൽ മാലിന്യങ്ങൾ നിറഞ്ഞതുമൂലം പരിസരത്തുള്ള കിണറുകളിലെയും വെള്ളം ഉപയോഗശൂന്യമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കോട്ടയം വെച്ചൂർ മിനി ഹൈവേയോട് ചേർന്നുള്ള പ്രദേശമായതിനാലും ആമ്പൽപ്പൂക്കൾ നിറഞ്ഞ പാടശേഖരവും ടൂറിസം സാധ്യതകളുള്ള പ്രദേശമായതിനാൽ പായലുകളും പോളകളും നീക്കം ചെയ്ത് വൃത്തിയാക്കിയാൽ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ സാധിക്കും. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയിൽപ്പെട്ട നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണിത്. ആർപ്പൂക്കര പഞ്ചായത്ത്, അതിരമ്പുഴ പഞ്ചായത്ത്, നീണ്ടൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ഈ പ്രശ്നമുണ്ടെന്നും ഒരുമിച്ച് പോളകൾ നീക്കം ചെയ്താലേ പ്രശ്നപരിഹാരമാകുമെന്ന് നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സവിത ജോമോൻ പറഞ്ഞു. നീണ്ടൂർ പഞ്ചായത്ത് മാത്രമല്ല, ആർപ്പൂക്കര പഞ്ചായത്ത്, അതിരമ്പുഴ പഞ്ചായത്ത് എല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇന്നലെ ഇതുപോലെ ഒരു മീറ്റിംഗ് വെച്ചപ്പം ആ കർഷകർ പറയുകയുണ്ടായി, പോള അടിഞ്ഞിട്ട് അവർക്ക് വള്ളം കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അവർ കൊയ്ത്ത് നടത്തി കഴിഞ്ഞാൽ അവരുടെ നെല്ല് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരി ദുർഘടമായ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മാക്സിമം വെക്കാവുന്ന ഒരു 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വെച്ച് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്താൽ പോലും ആ പ്രശ്നം തീരുന്നില്ല. കാരണം ഇത് നീണ്ടൂർ പഞ്ചായത്ത് മാത്രമല്ല, അതിരമ്പുഴ, ആർപ്പൂക്കരയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുവാണ്. അപ്പം എല്ലായിടത്തും സംയോജിതമായിട്ട് ക്ലെയിം ചെയ്ത് വന്നെങ്കിലേ ഉള്ള പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കത്തുള്ളൂ. ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പരിഹാരം കാണാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.